ഏപ്രിൽ 5 വിശുദ്ധ വിൻസെൻ്റ് ഫെറർ. 1350 ജനുവരി 23 സ്പെയിനിൽ ജനനം. 1419 ഏപ്രിൽ 5 69-ാമത്തെ വയസ്സിൽ ഫ്രാൻസിൽ വെച്ച് മരണം. പുണ്യാഭ്യാസത്തിനും ദാനധർമ്മങ്ങൾക്കും പുകൾപെറ്റ മാതാപിതാക്കന്മാരിൽ നിന്ന് സ്പെയിനിൽ വലേൻസിയ എന്ന പ്രദേശത്ത് വിൻസെൻ്റ് ഭൂജാതനായി. വിൻസെൻറ്റിൻ്റെ ഒരു സഹോദരൻ ബോനിഫസ് കർത്തൂസിയൻ സഭയുടെ ജനറലായിരുന്നു. വിൻസെൻ്റ് ചെറുപ്പം മുതൽക്ക് തന്നെ ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഉപവസിച്ചിരുന്നു. ഈശോയുടെ പീഡാനുഭവത്തോട് ആർദ്രമായ ഭക്തിയുണ്ടായിരുന്നു വിൻസെൻറ്റിന്. 12 വയസ്സ് മുതൽ വിൻസെൻ്റ് തത്വശാസ്ത്രവും വൈദ്യശാസ്ത്രവും പഠിച്ചു തുടങ്ങി. 18-ാമത്തെ വയസ്സിൽ അവൻ ഡൊമിനിക്കൻ സഭയിൽ ചേർന്നു. 28-ാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് നേടി. ഫാദർ വിൻസെൻറ്റിൻ്റെ പ്രധാന പ്രേക്ഷിത വേല പ്രസംഗമായിരുന്നു. കുരിശുരൂപത്തിൻ്റെ മുൻപിലിരുന്ന് ഒരുങ്ങിക്കൊണ്ട് ഫാദർ വിൻസെൻ്റ് ചെയ്തിരുന്ന പ്രഭാഷണങ്ങൾ ശ്രോതാക്കളെ കരയിപ്പിച്ചു. പാപം, മരണം, വിധി, നരകം, നിത്യത എന്നിവയായിരുന്നു പ്രഭാഷണ വിഷയങ്ങൾ. തന്നിമിത്തം വിധിയുടെ മാലാക എന്ന അപരനാമം തന്നെ വിൻസെൻറ്റിനുണ്ടായിരുന്നു. വാഗ്വിലാസം കൊണ്ട് മാത്രമല്ല, തത്വചിന്തകൾ കൊണ്ട് കൂടിയാണ് ശ്രോതാക്കളെ സ്വാധീനിച്ചിരുന്നത്. 20 വർഷം സ്പെയിൻ, മജോർക്ക, ഇറ്റലി, ഫ്രാൻസ് മുതലായ സ്ഥലങ്ങളിൽ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. ഭാഷാപരവും അത്ഭുത പ്രവർത്തനപരവും അദ്ദേഹത്തിന് സിദ്ധിച്ചിരുന്നു. ബാർസലോണയിലെ മെത്രാനായ ജോൺ സൊളേറിനുണ്ടായിരുന്ന മുടന്ത് അത്ഭുതകരമായി മാറ്റിയത് ഫാദർ വിൻസെൻ്റാണ്. ഗ്രാനഡയിൽ അദ്ദേഹം അനേകം മുസ്ലിങ്ങളെയും ടൊളോദോയിൽ കുറേയേറെ യഹൂദരെയും മാനസാന്തരപ്പെടുത്തി. ഒരിക്കൽ ഒരു പ്രശസ്ത വ്യക്തി തൻ്റെ പ്രസംഗം കേൾക്കുവാൻ വരുന്നുണ്ടെന്ന് കേട്ടിട്ട് ഫാദർ വിൻസെൻ്റ് നല്ലവണ്ണം പഠിച്ച് ഒരുങ്ങി. എന്നാൽ പ്രാർത്ഥിക്കാൻ സമയം സിദ്ധിച്ചില്ല. അന്നത്തെ പ്രസംഗം ആ മഹാത്മാവിന് ഹൃദയസ്പർശകമായി തോന്നിയില്ല. വേറൊരു ദിവസം അതേ മനുഷ്യന് വിൻസെൻറ്റിൻ്റെ പ്രസംഗം ഹൃദയസ്പർശകമായി. കാരണം ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആദ്യത്തെ ദിവസം വിൻസെൻ്റ് പ്രസംഗിച്ചു, 2-ാമത്തെ ദിവസം വിൻസെൻറ്റിലൂടെ ക്രിസ്തുവാണ് സംസാരിച്ചത്. ആധ്യാത്മിക ജീവിതം, ആന്തരിക മനുഷ്യൻ, കർത്തൃജപം, പ്രലോഭനങ്ങളിലുള്ള ആശ്വാസം, വിശ്വാസത്തിനെതിരെ 7 കത്തികൾ എന്നിവയാണ് ഫാദർ വിൻസെൻറ്റിൻ്റെ കൃതികൾ. ആധ്യാത്മിക ജീവിതം എന്ന ഗ്രന്ഥത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: എൻ്റെ ജീവിതം മുഴുവൻ ദുർഗന്ധമല്ലാതെ മറ്റൊന്നുമല്ല. എൻ്റെ ആത്മാവും ശരീരവും വ്രണിതമാണ്. എൻ്റെ പാപങ്ങളും അനീതികളും നിമിത്തം എൻ്റെ ജീവിതം ചീഞ്ഞു നാറുന്നു. വിനയത്തിൻ്റെ ഗുരുവായ ക്രിസ്തു എളിമയുള്ളവർക്ക് സത്യം വെളിപ്പെടുത്തുന്നു. അഹങ്കാരികളിൽ നിന്ന് അവിടുന്ന് അകന്നു മാറുന്നു. 60 വയസ്സുവരെ ഫാദർ വിൻസെൻ്റ് ദൈവസ്നേഹം പ്രസംഗിച്ച് ചുറ്റി സഞ്ചരിച്ചു. അവസാനം ക്ഷീണിതനായി വലൻസിയയിലേക്ക് തന്നെ തിരിച്ചു വന്നു. 10 ദിവസം അദ്ദേഹം അസുഖമായി കിടന്നു. 10-ാം ദിവസം കർത്താവിൻ്റെ പീഡാനുഭവം തന്നെ വായിച്ചു കേൾപ്പിക്കുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. 1419 ഏപ്രിൽ 5 പെസഹ വ്യാഴാഴ്ചയുടെ തലേ ദിവസം സ്വർഗീയ വിരുന്നിനായി ഫാദർ വിൻസെൻ്റ് യാത്രയായി. വചനം എസെക്കിയേൽ 16-ാം അധ്യായം 62-63 വാക്യങ്ങൾ. നീയുമായി ഞാൻ ഒരു ഉടമ്പടി സ്ഥാപിക്കും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നീ അറിയും. അങ്ങനെ നിന്റെ പ്രവൃത്തികൾക്ക് ഞാൻ മാപ്പ് നൽകുമ്പോൾ നീ അവയെ ഓർത്ത് ലജ്ജിച്ച് മൗനം ഭജിക്കും. ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു. വിചിന്തനം: എന്ത് ചെയ്യുകയാണെങ്കിലും സ്വന്തം കാര്യം ചിന്തിക്കാതെ ദൈവത്തെപ്പറ്റി ചിന്തിക്കുക. വിശുദ്ധ വിൻസെൻ്റ് ഫെറർ.